എത്രയെത്ര റമദാനുകളും നോമ്പുകാലവും കഴിഞ്ഞുപോയി, പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ പദത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നോമ്പുകാരനായി കഴിയുന്നതിലൂടെ നീ തഖ്വയുള്ളവനാകാനാണ്, ഹറാമുകളിൽ നിന്ന് മാറാനും ഹലാലായ കാര്യങ്ങളിൽ, നന്മയുള്ള ജായിസാക്കപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് വന്ന് മത്സരിക്കാനുമാണ് തഖ്വ നമ്മെ പ്രേരിപ്പിക്കുന്നത്. എങ്കിൽ നമുക്ക് എത്രയെത്ര റമദാനും നോമ്പുകാലവും കഴിഞ്ഞു പോയിട്ട് നമുക്ക് തഖ്വ കിട്ടിയിട്ടുണ്ടോ? എങ്കിൽ ഇനി അങ്ങനെ ആവരുത്. തഖ്വ നഷ്ടപ്പെടുന്ന ഒന്നായി മാറരുത്, മറിച്ചത് വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ അതിലൂടെ ഉണ്ടാക്കണം. റമദാനിന്റെ മുമ്പ് ഒരു ജീവിതമായിരുന്നുവെങ്കിൽ റമദാനിന്റെ ശേഷം നമുക്കൊരു പുതിയ ജീവിത രീതി ഉണ്ടാക്കണം. അതാണ് തഖ്വന്റെ അടയാളം. ആള് മാറി, റമദാൻ എന്നെ മാറ്റി എന്ന് നമുക്ക് ഓരോരുത്തർക്കും സ്വയം തോന്നാൻ കഴിയണം. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 2ാമത്തെ വർഷത്തിലാണ് ആ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഇബാദത്തിലേക്ക് പ്രവേശിക്കുന്നത്. മക്കയിൽ ജീവിക്കുമ്പോൾ നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല. അന്ന് ജിഹാദാണ്, ദഅവത്താണ്, ഇസ്ലാമികമായ പ്രബോധനമാണ്, ത്യാഗങ്ങൾ സഹിക്കലാണ്, ഹിജ്റ പോക്കാണ്. ആ പ്രതിസന്ധികളെല്ലാം കഴിഞ്ഞ് മദീനയിൽ ഒരൽപ്പം ആശ്വാസത്തോടെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് നോമ്പ് അവർക്ക് നിർബന്ധമാക്കുന്നത്. 9 കൊല്ലക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു റമദാനുകളിലൂടെ ജീവിച്ച് കാണിച്ച് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് കൽപ്പന മാത്രല്ല, പ്രായോഗികമായി അതിനെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇത് ഫർളാണ് എന്ന് ഇസ്ലാമിക ലോകത്ത് ഇജ്മാ ഉള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ആരൊക്കെയാ നോമ്പ് നോൽക്കേണ്ടത് അറിയണം പ്രിയപ്പെട്ടവരെ. അതിന്റെ പ്രധാനപ്പെട്ട 6 ഷർത്തുകളുണ്ട്. ഒരു നിർബന്ധ കർമ്മം പഠിക്കുമ്പോൾ അതിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്, ആരൊക്കെയാ നോമ്പ് നോൽക്കേണ്ടത്? 1 അൽ ഇസ്ലാം, ഇസ്ലാമിലുള്ള ആളുകൾക്കാണ് നോമ്പ് നിർബന്ധം. അല്ലാത്തവരെ കൊണ്ട് വെറുതെ സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ് നോമ്പ് ഒൽപ്പിക്കണ്ട. ഇസ്ലാമിലുള്ളവർക്കാണ് നോമ്പ്. അൽ ബുലൂഗ്, രണ്ടാമത്തേത് പ്രായപൂർത്തി എത്തിയ ആളുകൾക്കാണ് അത് നിർബന്ധമുള്ളത്. വൽ ആഖിലു, ബുദ്ധിയുള്ള വിവേകമുള്ള ആളുകൾക്കാണ്. മാനസിക രോഗികൾ, ബുദ്ധിഭ്രമം സംഭവിച്ചവർ, അവർക്ക് നോമ്പ് നിർബന്ധമില്ല. വൽ ഖാദിറു, നോമ്പ് നോൽക്കാൻ കഴിവുള്ളവനായിരിക്കണം. എന്തെങ്കിലും രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉള്ള അവർ നിർബന്ധമില്ല. വൽ മുഖീം, നാട്ടിൽ നിൽക്കുന്നവനായിരിക്കണം, അവൻക്ക് നോമ്പ് നിർബന്ധം. യാത്രക്കാരനാണെങ്കിൽ നിർബന്ധമില്ല. വൽ മവാനി, തടസ്സങ്ങളിൽ നിന്ന് സുരക്ഷിതനാവണം. ഹൈലോ, നിഫാസോ, സഫറോ, മറദോ, രോഗങ്ങളൊന്നും ഇല്ലാത്ത, തടസ്സങ്ങളില്ലാത്തവനാണെങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമാണ്. സഹോദരങ്ങളെ, ഈ 6 ആളുകളെ നമ്മൾ പരിശോധിച്ചാൽ സ്വഹാബത്തിന്റെ കാലം മുതൽ ഇതൊക്കെ നിയമങ്ങളായിട്ടുണ്ട് താനും. എന്നാൽ അവർ ഈ പറഞ്ഞ 6 വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തിനെ നിർബന്ധമല്ലെങ്കിലും പരിശീലിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അതാരാ? അൽ ബുലൂഗ് എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, പ്രായപൂർത്തി എത്താത്തവരെന്ന് പറഞ്ഞ മക്കളെ ഒരുവിധം കഴിവുള്ള മക്കളെയൊക്കെ നോമ്പ് പതുക്കെ പതുക്കെ അവർ പരിശീലിപ്പിക്കുമായിരുന്നു. ആരാ പറയുന്നത്? മഹദിയായ സ്വഹാബ വനിതയായ റുബയ്യ ബിൻ മുഅവ്വിദ റളിയല്ലാഹു അൻഹാ അവിടുന്ന് പറയാണ്, ഞങ്ങൾ സ്വഹാബത്തിന്റെ കാലത്ത് വനുസവ്വിമു സിബിയാനനാ, ഞങ്ങളുടെ കൂട്ടത്തിലെ കുട്ടികളെ ഞങ്ങൾ നോമ്പ് പരിശീലിപ്പിക്കുമായിരുന്നു. കുറച്ചൊക്കെ നോമ്പ് നോൽക്കാൻ കഴിയാവുന്ന ഒരു പ്രായത്തിലുള്ള മക്കളെ, പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിലും ഞങ്ങൾ പരിശീലിപ്പിക്കുമായിരുന്നു. ഞങ്ങൾക്ക് വലിയ വലിയ ചൈനീസ് കളിപ്പാട്ടങ്ങളൊന്നുമില്ല, മൊബൈലും ലാപ്ടോപ്പൊന്നും കണ്ടെത്താത്ത കാലമാണ്. ഞങ്ങൾ ഗോതമ്പ് മാവ് കൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും. ഗോതമ്പ് മാവ് കൊണ്ട് കളിപ്പാട്ടം ഉണ്ടാക്കിയിട്ട് കുട്ടി കൊടുക്കുക. എന്തിനാ കൊടുക്കുന്ന നോക്കി? എന്തിനാണ്? നോമ്പ് നോറ്റി വിഷമത്തോടെ ഭക്ഷണത്തിന് വേണ്ടി അവർ കരയാൻ തുടങ്ങിയാൽ ആ കളിപ്പാട്ടങ്ങൾ അവർക്ക് കൊടുത്ത് നോമ്പ് തുറക്കുന്ന സമയം വരേക്ക് അവരെ തള്ളി നീക്കുമായിരുന്നു. 30 പറ്റിയില്ലെങ്കിൽ ഒന്നെടുക്കാൻ പറ്റിയെങ്കിലോ എന്ന് വിചാരിച്ച് മക്കളെ ആ രൂപത്തിൽ പരിശീലിപ്പിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ഷറത്ത് പറയുന്ന പോലെ തന്നെ നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കണം, നമ്മുടെ നോമ്പുകളൊന്നും സുന്നത്തായാലും ഫർദായാലും അത് ബാത്തിലാക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ പക്കൽ നിന്ന് വരാൻ പാടില്ല. നമ്മളത് പഠിക്കണം വിശദമായിട്ട്. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന സുന്നത്തായ ഒട്ടനേകം കാര്യങ്ങളുണ്ട്. നമുക്ക് നോമ്പുകാരനാണെങ്കിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. നോമ്പുകാരനാണെങ്കിൽ അവന്റെ രാത്രിയിൽ അവന് അനുവദിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതൊരു അമലിന്റെയും മുമ്പ് ഇൽമു നേടി പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കതിനുള്ള അവസരങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്, ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, കോഴ്സുകൾ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ അതിന്റെ വക്താക്കളാകണം. അതോടൊപ്പം സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മഹത്തരമായ ഒരു കാര്യമാണ് നോമ്പെന്ന് പറഞ്ഞാൽ ഒരിക്കലും പട്ടിണി കിടക്കലല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഉച്ചസ്ഥനം പറയേണ്ട ഒരു കാര്യമാണ്. പട്ടിണി കിടക്കൽ മാത്രമല്ല നോമ്പ്. 2ാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, ലൈസ സിയാമു മിനത്ത് തആമി വശറാബി വഹദാ.
നോമ്പുകാരൻ എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്നവനും വെള്ളം ഒഴിവാക്കിയവനും മാത്രമല്ല. അങ്ങനെ മാത്രമായാ പോരാ. വലാകിന്നഹു മിനൽ കദിബി, അവൻ എല്ലാ കളവിൽ നിന്നും ഒഴിവാകണം. പട്ടിണിയാണ്, പക്ഷെ കളവ് പറയുന്നതിന് ഒരു ലൈസൻസ് ഇല്ലാതെയാണ് അവന്റെ നോമ്പ് പോണതെങ്കിൽ, അത് തമാശക്കാവട്ടെ കാര്യത്തിനാവട്ടെ, കളവ് പറയുന്ന സ്വഭാവമുണ്ടോ അവന്റെ നോമ്പ് വെറുതെയാ. വൽബാതിലി, അനാവശ്യമായ കാര്യങ്ങളും സംസാരങ്ങളും പ്രവർത്തനങ്ങളും, വല്ലഗ്ബി, വിനോദങ്ങളും വ്യർത്ഥമായ കാര്യങ്ങളും, വൽഹലിഫി, വഞ്ചനകളും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഒഴിവാക്കിയാലേ ഒരാൾ നോമ്പുകാരനാകൂ. അപ്പൊ നോമ്പ് എന്താന്ന് മനസ്സിലായി. പട്ടിണി കിടക്കലല്ല ഉദ്ദേശിക്കുന്നത്, അതൊരു ഭാഗമാണ്. അതോടൊപ്പം അവന്റെ കണ്ണ്, അവന്റെ കാത്, അവന്റെ സംസാരം, അവന്റെ കൈകാലുകൾ അടക്കം ഒരു നിയന്ത്രണത്തിലേക്ക് എത്തണം. സൗം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇംസാക്, പിടിച്ചുവെക്കൽ എന്നാണ്. പറയാൻ തോന്നും പിടിച്ചു വെക്കണം, ചെയ്യണമെന്ന് തോന്നും പിടിച്ചു വെക്കണം. നിയന്ത്രണങ്ങൾ ഉണ്ടാകാനാണ് ഇസ്ലാം ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാള് അവന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും നിയന്ത്രിക്കാൻ തയ്യാറല്ലെങ്കിൽ അവൻ പട്ടിണി കിടക്കണമെന്ന ഒരാവശ്യവും അല്ലാഹ്ക്കില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളൊക്കെ അങ്ങാടികളിൽ നടക്കുന്ന ആളുകളാ, നമ്മളൊക്കെ പല ജനക്കൂട്ടത്തിനിടയിലൂടെ ജീവിക്കുന്ന ആളുകളാ. നോമ്പുകാരനായിരിക്കെ അയാളുടെ സംസാരത്തിലെ പെരുമാറ്റത്തിലെ സൂക്ഷ്മതയില്ലെങ്കിൽ അയാൾ പട്ടിണി കിടക്കണമെന്നത് അല്ലാഹ്ക്ക് ആവശ്യമില്ല. ഒരാൾ ജഹിൽ ഒഴിവാക്കാൻ തയ്യാറല്ല, മോശവാക്കുകൾ ഒഴിവാക്കാൻ തയ്യാറല്ല, ചീത്ത പ്രവർത്തനങ്ങൾ ഒഴിവാക്കാൻ തയ്യാറല്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹ്ക്ക് ആവശ്യമില്ല അവന്റെ ഭക്ഷണമോ വെള്ളമോ ഒഴിവാക്കണമെന്ന്. അങ്ങനത്തെ ഓരോടൊന്നും നമ്മൾ വെറുതെ പട്ടിണി കിടക്കാൻ പറയണ്ട, വെറുതെയാണത്. ഇതൊക്കെ ഇസ്ലാം എന്തുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി തരുന്നത്? ഈ ഇബാദത്ത് കൊണ്ട് ജനങ്ങളിൽ നന്മയുണ്ടാകണം, ജനങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടണം. അവരുടെ ജീവിതത്തിൽ തഖ്വ അധികരിച്ചുകൊണ്ട് നോമ്പിന്റെ ശരിയായ ഗുണങ്ങളിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ നോമ്പിനോളം മഹത്തരമായ മറ്റൊരു കർമ്മം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, ഇസ്ലാമിലെ വലിയ പ്രയോജനകരമായ ഒരു നന്മ എനിക്ക് പഠിപ്പിച്ചു തരുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, അലൈക ബിസ്സിയാം, നിങ്ങൾ നോമ്പ് നോൽക്കുക. ഫഇന്നഹു ലാ മിസ്ല ലഹു, അതിന് സമാനമായ മറ്റൊരു ഇബാദത്തില്ല. ഇത് ശരിക്കും മനുഷ്യനെ ബാധിക്കുന്ന ഇബാദത്താണ്. 5 നേരം വന്ന് നിസ്കരിച്ചു പോണ പോലെ ആവില്ല. 12-13 മണിക്കൂർ ഈ വരുന്ന ഏപ്രിൽ മാസത്തിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് ഈ ദിവസങ്ങളിൽ 11 മണി മുതൽ 5 മണി വരെ നമ്മുടെയൊക്കെ വെയിലും ചൂടൊക്കെ നമ്മൾ അറിയാണ്, നമ്മൾ അനുഭവിക്കുകയാണ്. വെള്ളം കിട്ടാതെ വഴിയോരങ്ങളിലും പഞ്ചായത്തിന്റെ മുമ്പിലും പരിസരങ്ങളിലും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കണം, 12-13 മണിക്കൂർ വെള്ളമുണ്ടായിട്ട് പോലും അത് കുടിക്കാതെ മാറ്റിവെക്കാൻ കഴിയണമെങ്കിൽ ഒരു വലിയ കാര്യം അവന്റെ മനസ്സിനുള്ളിൽ അവന് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, നോമ്പിനോളം വലിയ നന്മയില്ല, അതിനോളം സമാനമായതൊന്നില്ല. അതുകൊണ്ടല്ലേ സ്വർഗത്തിന് 8 കവാടങ്ങളെ അല്ലാഹു തആല സംവിധാനിച്ചു. 8 കവാടങ്ങൾ സ്വർഗത്തിനുണ്ട്. ഓരോ കവാടത്തിനും ഓരോ പേരുകളുണ്ട്. അതിൽ ഒരു കവാടം നോമ്പുകാർക്ക് വേണ്ടി മാത്രമാണ്. അതതിന്റെ സവിശേഷതയായിട്ട് തിരിച്ചറിയണം. ഇത്രയും വിശാലമായ സ്വർഗത്തിന്റെ കവാടങ്ങൾക്കിടയിലൂടെ നോമ്പുകാർക്ക് മാത്രം റയ്യാൻ എന്ന കവാടത്തിലൂടെ കയറിപ്പോകാൻ കഴിഞ്ഞാൽ, അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഫമൻ കാന സ്വായിമീന ദഖല വമൻ ദഖലഹു ലം യദ്മഅ അബദാ, അതിനകത്ത് പ്രവേശിച്ച ഒരാൾക്ക് പിന്നീട് ദാഹം എന്താന്ന് അറിയേണ്ടതില്ല, ദാഹം ഉണ്ടാവില്ല. അതൊരു പ്രത്യേകമായ ആ സവിശേഷമായ സ്വർഗത്തിന്റെ ഗുണങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ കാഴ്ചകൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളത് പഠിക്കുകയും സ്വർഗം ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യാൻ നമ്മൾ സന്നദ്ധരാവണം. മരണമില്ലാത്ത ലോകം, രോഗം വരാത്ത ലോകം, അധ്വാനിക്കേണ്ടതില്ലാത്ത, കച്ചവടം ചെയ്യേണ്ടതില്ലാത്ത ലോകം, വിയർപ്പ് തുള്ളികൾ പൊഴിക്കാത്ത, ജലദോഷമില്ലാത്ത, യാതൊരു പ്രയാസമുണ്ടാക്കുന്ന ഒന്നും സംഭവിക്കാത്ത ഒരേ ഒരു ലോകം അല്ലാഹുവിന്റെ സ്വർഗമാണ്. ആ സ്വർഗം കിട്ടിയാൽ ഭൂമിയിലെ കോടീശ്വരൻ അനുഭവിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് സുഖമാണ് അവിടുത്തെ ഏറ്റവും ചെറിയ സുഖം പോലും അനുഭവിക്കുന്ന മനുഷ്യർ. ആ സ്വർഗത്തിന്റെ ശാശ്വതമായ സുഖങ്ങൾ തേടിയാവണം നമ്മുടെ നന്മകൾ. അത് കൊതിക്കാൻ, അത് ആഗ്രഹിക്കാൻ, അതിന് താല്പര്യം ഉണ്ടാകുമ്പോഴാണ് ഒരു വെള്ളിയാഴ്ച നേരത്തെ ജുമുഅ തുടങ്ങുന്നതിന് മുമ്പേ എത്തണമെങ്കിൽ ഏത് ഖതീബ് പറഞ്ഞാലും എത്താൻ കഴിയില്ല. അയാളുടെ മനസ്സിൽ മോഹം പൂവിട്ട് പൊന്തണം. എത്ര നിങ്ങൾ ജമാഅത്തിന് വരണമെന്ന് വിളിച്ചാലും പറഞ്ഞാലും ആൾ ഒഴിഞ്ഞിരിക്കുകയാണെങ്കിലും അവർക്ക് എത്താൻ കഴിയില്ല. എന്തേ? അവർക്കൊരു സ്വർഗം എന്ന വലിയ മോഹമൊന്നുമില്ല.
അത് ആഗ്രഹിച്ചവർ, സ്വർഗം കൊണ്ട് കൊതിച്ചവർ യുദ്ധരംഗത്തേക്ക് ആയുധമില്ലാതെ പുറത്തിറങ്ങിപ്പോയ സ്വഹാബത്തിന്റെ ചരിത്രമുണ്ട്. മണിയറയിൽ നിന്ന് ഒന്നാമത്തെ രാത്രി പടിയിറങ്ങിപ്പോയ സ്വഹാബത്തിന്റെ ചരിത്രമുണ്ട്. കൈകാലുകൾക്ക് ക്ഷതം സംഭവിച്ച് പരിക്ക് പറ്റിയ വൃദ്ധന്മാര് വരെ സ്വർഗം കൊതിച്ചുകൊണ്ട് യുദ്ധത്തിലേക്ക് ചാടി ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് മോഹമുണ്ട്. നമ്മൾ എന്താ എത്ര വഴുത് കേട്ടാലും, എത്ര ഉപദേശം കേട്ടാലും, എത്ര മലയാളത്തിൽ പറഞ്ഞാൽ പോലും മനസ്സിനകത്തേക്ക് ഈമാൻ കൊണ്ട് ഉത്ബുദ്ധരാകാൻ കഴിയാത്തത് എന്തുകൊണ്ടാന്ന് നമ്മൾ ചോദിച്ചാൽ കൊതിയാവാത്തത് കൊണ്ട്. സ്വർഗത്തെക്കുറിച്ച് കൊതിയുണ്ടെങ്കിൽ എവിടെയാ നോമ്പുകാരെന്ന് വിളിക്കുമ്പോ സന്തോഷത്തോടെ അവിടെ കയറി പോകാനുള്ള മോഹം നമ്മുടെ മനസ്സിലുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നോമ്പുകാരന് ലഭിക്കുന്ന സവിശേഷമായ മറ്റൊരു ഗുണമാണ്, ഒരു മനുഷ്യന്റെ വലിയ നേട്ടമാണ് പാപം പുറത്തു കിട്ടുക. ദുനിയാവിൽ ചെയ്ത കഴിഞ്ഞകാല പാപങ്ങൾ നിനക്ക് പുറത്തു കിട്ടണോ, റമദാനിന്റെ നോമ്പ് കൊണ്ട് നിനക്കത് സാധ്യമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക, ചെയ്തു കൂട്ടിയ തിന്മകളെ കുറിച്ചൊന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കണം. നമ്മൾ ആരോടും കണക്ക് ബോധ്യപ്പെടുത്താനല്ല, അവനവന്റെ മനസ്സിൽ തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. നിനക്ക് പാപമോചനം വേണോ, നീ നിരാശനാവണ്ട, നോമ്പ് നിനക്കത് നൽകുമെന്ന്. മൻസാമ റമദാന ഈമാനം വഹ്തിസാബാ, പ്രതിഫലം പ്രതീക്ഷിച്ച് ഈമാനോടെ ഒരാൾ നോമ്പ് നോറ്റാൽ, വെറുതെ നോറ്റാ പോരാ, പ്രതിഫലം പ്രതീക്ഷിച്ച് ഈമാനോടെ നോമ്പ് നോറ്റാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ അവന് പുറത്തു കൊടുക്കും. ഈ ഒരു അവസരം അള്ളാഹു മനുഷ്യൻക്ക് നൽകിയിട്ട് എന്നിട്ടും പാപം പൊറുക്കാതെ കടന്നു പോകുന്നുവെങ്കിൽ അവനേക്കാൾ ദൗർഭാഗ്യവാനായ മനുഷ്യനാണുള്ളത്. ഇസ്തിഗ്ഫാറിന്റെ മഹത്വം അത് സൂചിപ്പിക്കുന്നു, പാപമോചനത്തിന്റെ മഹത്വം സൂചിപ്പിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി ഒരാൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അവൻ ഒരു ദിവസം അവന്റെ നോമ്പ് കൊണ്ട് 70 വർഷക്കാലം നരകത്തിൽ നിന്ന് വിദൂരതയിലേക്ക് മാറ്റപ്പെടുന്നു. നരകത്തെക്കുറിച്ച് ചിന്തിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം തോന്നലുണ്ടാവാൻ നമ്മൾ അറിയണം എന്താ നരകം. നാറുല്ലാഹിൽ മുഖദ, അത് അള്ളാഹു ആളിക്കത്തിക്കുന്ന നരകമാണ്. നമ്മുടെ നാട്ടിലെ തീപിടുത്തങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു ഫയർഫോഴ്സ് വിചാരിച്ചാൽ കെടുത്താൻ സാധിച്ചേക്കാം. പക്ഷെ നരകത്തിന്റെ തീയ് ഒരു ഡിഗ്രി പോലും കുറക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. എപ്പോഴെങ്കിലും അതൊന്ന് കുറഞ്ഞു തുടങ്ങിയാൽ അല്ലാഹു തആല അതിനെ വീണ്ടും മാളി കത്തിക്കുന്നതാണ്. നരകത്തിനകത്ത് പെടുന്ന മനുഷ്യന്മാർ പൊട്ടി വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിശക്തമായ ചൂട് സഹിക്കാനാവാതെ വെള്ളത്തിന് വേണ്ടി കെഞ്ചിയാൽ കുടിക്കാൻ പറ്റാത്ത ചീഞ്ചലം കൊണ്ട് കുടിപ്പിക്കപ്പെടുന്നതാണ്. ടാറ് കൊണ്ടുള്ള വസ്ത്രമാണ് അവനെ ധരിപ്പിക്കുന്നത്. നരകത്തിന്റെ ഏറ്റവും താഴെ കിടക്കുന്ന മനുഷ്യരുണ്ട്, നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നവരുണ്ട്. അവൻ പോലും വിചാരിക്കുന്നത് ഞാനാണ് ഇതിലെ ഏറ്റവും വലുത് അനുഭവിക്കുന്നത് എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മോഹമുണ്ടോ? ഈ നോമ്പ് നീ നിയ്യത്ത് വെച്ചോ. ഒരാൾ ഒരു ദിവസം അല്ലാഹുവിന്റെ മാർഗത്തിൽ നോമ്പ് നോറ്റാൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലികൽ യൗമ വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ്, 70 വർഷക്കാലത്തോളം ഒരു മനുഷ്യനെ ഒരു നോമ്പ് കൊണ്ട് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നു. 30 നോറ്റാൽ എത്രയാ? ശഅബാനിലെ തിങ്കളും വ്യാഴമടക്കമുള്ള ദിവസം നോമ്പിട്ട്, അങ്ങനെ നോമ്പുകളുടെ എണ്ണത്തിന്റെ ആധിക്യത്തിനനുസരിച്ച് നരകത്തിൽ നിന്നൊരു മനുഷ്യന് രക്ഷപ്പെടാം. ഒരിക്കലും സഹിക്കാനാവാത്ത വളരെ ചീത്തയായ വളരെ ചീത്തയായ മോശമായ സങ്കേതമാണ്. ഒരാൾക്കും സഹിക്കാനാവാത്ത താങ്ങാനാവാത്ത ദുരിതങ്ങളാണ് അതിന്റെ അകത്തുള്ളത് എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഈ നോമ്പൊരു പരിചയാണ്. നരകത്തിൽ നിന്ന് ഒരു മനുഷ്യനെ മറക്കുന്ന പരിചയാണ് നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു പരിചയെ പോലെ നമുക്ക് രക്ഷ നൽകുകയാണ്. മറ്റൊരു ഹദീസിൽ നരകത്തിൽ നിന്നുള്ള ഒരു സുരക്ഷാ കവചമാണ് നോമ്പ് കൊണ്ട്. അങ്ങനെ എനിക്കതിന്ന് രക്ഷപ്പെടണമെന്ന ചിന്തയുണ്ടാവണം. മാത്രമല്ല, എല്ലാ നന്മയുടെയും അടിസ്ഥാന ഘടകമായി നമ്മൾ കാണുന്നത് കൂലി കിട്ടണമെന്നാണ്, വമ്പിച്ച പ്രതിഫലം കിട്ടണമെന്നാണ്. എന്നാൽ നോമ്പുകാർക്ക് അത് കിട്ടുമെന്ന ഖുർആൻ പറയുന്നത് സൂറത്തുൽ അഹ്സാബ് 35-ാമത്തെ ആയത്ത് പ്രതിഫലം കിട്ടുന്ന വലിയ നന്മകളെ കുറിച്ച് പറയാ. നോമ്പ് നോൽക്കുന്ന നോമ്പ് നോൽക്കുന്ന സ്ത്രീകള്, നോമ്പ് നോൽക്കുന്ന പുരുഷന്മാര്, ലൈംഗികാവയവങ്ങൾ സംരക്ഷിക്കുന്ന ആണ്, ലൈംഗികാവയവം സംരക്ഷിക്കുന്ന പുരുഷന്മാര്, സ്ത്രീകൾ.
അള്ളാഹുവിൽ നന്നായി ദിക്ർ ചൊല്ലുന്ന, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാര്, സ്ത്രീകള്, ഇവരെ പറ്റി പറയാണ് ഇവർക്ക് വമ്പിച്ച പാപമോചനമുണ്ട്, വലിയ വലിയ നന്മയും പുണ്യങ്ങളുമുണ്ട്. ഇതൊക്കെ മനസ്സിൽ കയറുമ്പോഴാണ് നമ്മൾ നോമ്പ് നന്നാവാൻ തുടങ്ങല്. അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് നോമ്പാണ്. അത്താഴത്ത് നീക്കും, കുറെ പട്ടിണി നടക്കും, കുറെ വർത്താനം പറഞ്ഞിരിക്കും, ഫോൺ നോക്കിയിരിക്കും, പള്ളിയിൽ വന്നിരുന്നാലും ഫോൺ കളിച്ചിരിക്കും. ഇതൊക്കെ ഇങ്ങനെ ഒരു കഥല്ലാതെ ഒരു ഹവയായി ഏതോ ഒരു ലെവലുമായി കൊണ്ട് ജീവിച്ചു പോകുന്നതിന് പകരം എന്റെ ഇബാദത്തിന് ലക്ഷ്യമുണ്ട്. ഹദീസുകളിൽ കാണാം, ഒരു മനുഷ്യന്റെ നന്നാകാൻ, ജീവിതത്തിന്റെ സ്വഭാവം നന്നാക്കാൻ വരെ ഈ നോമ്പ് കൊണ്ട് സാധിക്കും. മനസ്സിന്റെ ഉള്ളിലുള്ള പകയെ നീക്കിക്കളയാൻ ഈ നോമ്പ് സഹായിക്കും. പട്ടിണി നടക്കാണ്, വല്ലാതെ അങ്ങോട്ട് പൊന്താൻ കഴിയില്ല. അവന്റെ മനസ്സിൽ പകന്റെ എന്തെങ്കിലും വിത്തുണ്ടെങ്കിൽ നല്ലൊരു നോമ്പുകാരനാണെങ്കിൽ നോമ്പോട് കൂടെ തീരുമാനമാവും. പെരുന്നാക്കും പോയി സലാം പറയും, ഓ മിണ്ടും, അല്ലാത്തവൻ അത് സാധിക്കൂല. മനസ്സിന്റെ പകയിൽ നിന്ന് അവനെ രക്ഷപ്പെട്ടാൻ സാധിക്കുന്ന വലിയ നന്മയായിട്ടാണ് അത് പഠിപ്പിച്ചിരിക്കുന്നത്. നാളെ പരലോകത്ത് ആരും സഹായിക്കാൻ വരാത്ത, പ്രാസ്ഥാനികരില്ല, പള്ളിക്കാരില്ല, കുടുംബക്കാരില്ല, സ്വന്തം ഭാര്യയില്ല, മക്കളില്ല, ബാപ്പയില്ല, ഉറ്റവരും ഉടയവരില്ല, ചങ്ങാതിമാരില്ല, ആരുമില്ലാത്ത പരലോകത്ത് വന്നുകൊണ്ട് അതാ ഖുർആനും നോമ്പും വന്നിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് വാദിക്കുകയാണ്, ശഫാഅത്തിന് വേണ്ടി ചോദിക്കുകയാണ്. നോമ്പ് വന്നിട്ട് പറയുമത്രേ, റബ്ബി മനഅതുഹു തആമ വശഹവാഹാത്ത്, ഞാൻ കാരണം അവൻ ഭക്ഷണം ഒഴിവാക്കി വികാര വിചാരങ്ങളെ നിയന്ത്രിച്ചവനാണ് റബ്ബേ. അതുകൊണ്ട് പകലിൽ അവൻ എല്ലാം നിയന്ത്രിച്ചവനാണ് റബ്ബേ. ഫശഫ്ഇനി ഫീഹി, എന്റെ ശുപാർശ ഒന്ന് സ്വീകരിക്കണേ അല്ലാ. നോമ്പ് വന്നിട്ട് നമുക്ക് വേണ്ടി ശഫാഅത്ത് നടത്തും. ഖുർആൻ വന്നിട്ട് പറയുമത്രേ, മനഅതുഹു നൗമ ബില്ലൈൽ, ഞാൻ കാരണം രാത്രി ഒരുപാട് ഉറക്കമൊഴിച്ചവനാണല്ലാ അവൻ. എന്റെ ശഫാഅത്ത് ഒന്ന് സ്വീകരിക്കണേ അല്ലാ എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ രൂപത്തിൽ ചെയ്ത ആളുകൾക്ക് വേണ്ടിയാണെങ്കിൽ ആ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും. പരലോകത്ത് വരെ നമുക്ക് രക്ഷ കിട്ടാൻ ഈ നോമ്പ് കൊണ്ട് സാധ്യമാക്കുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം കിട്ടുന്ന 4 കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ നിങ്ങളിലുണ്ടോ, സ്വർഗം അയാൾക്ക് നിർബന്ധമായും കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതിൽ പറഞ്ഞ ഒരു കാര്യമാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്ന് ആർക്കെങ്കിലും നോമ്പുണ്ടോ. പിന്നൊരു കാര്യം കൂടി പറഞ്ഞു, ഇന്ന് ഏതെങ്കിലും ഒരാൾ ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തോ. സ്വർഗം കിട്ടുന്ന 2 കാര്യങ്ങളിൽ ഒന്ന്, 4 കാര്യം മൊത്തത്തിൽ പറഞ്ഞല്ലോ. ഒന്ന് നോമ്പുകാരനായോ എന്ന് ചോദിച്ചു, പിന്നെ ചോദിച്ചത് ഇന്നൊരു സാധുവിന് ഭക്ഷണം കൊടുത്തോന്നാണ്. നമുക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്. നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ തന്നെ മറ്റൊരാളുടെ നോമ്പ് തുറക്കാനും ഭക്ഷണം കഴിക്കാനും അത്താഴം കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കാൻ ഇഫ്താർ കിറ്റിന്റെ പ്രൊജക്ടുമായി കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചുവല്ലോ. 1500 രൂപയ്ക്ക് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടിൽ പട്ടിണി മാറ്റാൻ, അവന്റെ നോമ്പിനെ ഹയാത്താക്കാൻ, അവർക്ക് ഉപകരിക്കുന്ന ഒരു നേരത്തെ അല്ലെങ്കിൽ ആവശ്യമായ ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണം ചെയ്യാൻ സംഘാടകർ തയ്യാറാണ്. സഹായിക്കാൻ സാധ്യമാകുന്നവർ 500 കൊണ്ടോ 100 കൊണ്ടോ സാധ്യമാകുന്നവർ ഇഫ്താർ കിറ്റിലേക്ക് സംഭാവന ചെയ്യണമെന്ന് നമ്മൾ പറയാൻ കാരണം ഒരിക്കലും നമുക്കതിന്റെ സ്വാർത്ഥ ലാഭം ൊന്നുമില്ല. ഹദീസിൽ കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന നന്മയായിട്ടാണ്. സയ്യിദ് ഇബ്നു ഖാലിദ് അൽ ജുഹ്നി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറഞ്ഞു, മൻ ഫത്തറ സായിമ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ കാന ലഹു മിസ്ലു അജ്രിഹി, ആ നോമ്പ് നോറ്റ വ്യക്തിയുടെ കൂലി നോമ്പ് തുറപ്പിച്ചവന് കിട്ടും. അവൻ നോറ്റിന്റെ കൂലി മറ്റോൾ നോറ്റതിന്റെ. നോമ്പുകാരന്റെ കൂലി ഒട്ടും കുറയാതെ തന്നെ അദ്ദേഹത്തിനും കിട്ടും, നോമ്പ് തുറപ്പിച്ചവർക്കും കിട്ടും. എങ്കിൽ എന്തിന് നമ്മൾ അമാന്തം കാണിക്കണം? സാധ്യമാകുന്നവർ മുന്നോട്ട് വരിക.